കാത്തിരിപ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുള്ളവരാണ്. സമ്മാനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. കാത്തിരുന്നത് കയ്യിലെത്തുമ്പോൾ സന്തോഷമുണ്ടാകും. എന്നാൽ കാത്തിരിപ്പുകൾ നീണ്ടുപോകുന്നത് വിരസതയായി മാറാറുണ്ട്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് നിശ്ചയമില്ലെങ്കിലും കാത്തിരിക്കണം, ജാഗ്രത പാലിക്കണം എന്നോർമ്മിപ്പിക്കുന്ന കാലഘട്ടമാണിത്. ക്രിസ്തു സാന്നിധ്യം മനസ്സിലാക്കി ജീവിക്കാൻ ദിവ്യബലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നന്മ പ്രവർത്തികളിലൂടെയും ഉപവാസത്തിലൂടെയും ക്രിസ്തു അനുഭവം സ്വന്തമാക്കാൻ വീണ്ടും ഒരു ആഗമനകാലം. ജീവിതത്തെ ആത്മശോധന ചെയ്യാനും തിരുത്താനും സഭ നൽകുന്ന അവസരമാണിത്. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുകൂടെ തിരിച്ചറിയാനുള്ള കാലമാണ് ആഗമനകാലം. ജാഗ്രത പാലിക്കുവിൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹത്താൽ ജ്വലിക്കുന്നവരാകുവിൻ എന്നാണ്. യജമാനൻ വരുന്നതുവരെ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരായി മാറണം. നമ്മുടെ അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ലൗകികതയുടെ നിഴലാട്ടമുള്ളതും കാണുന്നതിൽ നിന്ന് ഭിന്നമായ ലക്ഷ്യമുള്ളതുമായ നിരർത്ഥകങ്ങളായ കലാപരിപാടികളിൽ നിന്നും നേരം പോക്കുകളിൽ നിന്നും പിൻവാങ്ങി ധ്യാനലീനരാകുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. ധ്യാനമാർഗത്തിലൂടെ ഞാൻ സ്നേഹത്തിൻ്റെ സജീവ ഉറവിടം കണ്ടെത്തിയിരിക്കുന്നു. നമുക്കും ഈ ആഗമനകാലത്തിൽ എല്ലാവിധത്തിലുള്ള കലാപരിപാടികളിലും നിന്ന് ഉൾവലിഞ്ഞ് ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. വലുതായവൻ സ്വയം ചെറുതാകാൻ കാണിച്ച ആത്മീയത സ്വന്തമാക്കാൻ ഈ ആഗമനകാലം നമ്മെ സഹായിക്കട്ടെ.